ഫ്രണ്ട്സ്, ഇത് iPhone 13 ആണ്. എൻ്റെ ഒരു സബ്സ്ക്രൈബർ കൊറിയർ അയച്ചതെന്നാണ്. ആൾ പറഞ്ഞ കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിം റീഡാകുന്നില്ലെന്നാണ്. നമുക്ക് നേരെ ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും, സിം ഇട്ടിട്ട് നോ സിം എന്ന് പറഞ്ഞ് കാണിക്കുകയാണ്. ഫ്ലൈറ്റ് മോഡ് ഓൺ ആൻഡ് ഓഫ് ചെയ്തിട്ടും റീഡാകുന്നില്ല. ഈ ഒരു കംപ്ലയിൻറ്റ് ഹാർഡ്വെയർ ബേസ് കംപ്ലയിൻ്റ് ആണ്. അതായത് സെറ്റിങ്സിനകത്ത് എബോട്ട് എടുക്കുമ്പോഴത്തേക്കും മോഡ് ഓഫ് എംബറും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡയൽ പാഡ് എടുത്ത് IMEI നമ്പർ ചെക്ക് ചെയ്യുന്ന സമയത്ത് IMEI നമ്പർ കാണിക്കുന്നുണ്ട്. നമുക്ക് നേരെ ഡിവൈസ് പവർ ഓഫ് ചെയ്തതിന് ശേഷം നേരെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതുപോലത്തെ കംപ്ലയിൻറ്റ് കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ ചാടി എടുത്ത് ബോർഡ് സർവീസ് കാര്യങ്ങളൊന്നും ചെയ്യരുത്. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ ചെക്ക് ചെയ്യുക. സിം ട്രേഡ് അവിടെ ഷോട്ട് കാണിക്കുന്നുണ്ട്. സിം ട്രേ റിമൂവ് ചെയ്തിട്ടും ഷോട്ട് മാറുന്നില്ല. സിം ഡിക്റ്റേഷൻ പിന്നിൻ്റെ അവിടെ ഷോട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് നേരെ ബിറ്റ് മാപ്പ് ഓപ്പൺ ചെയ്ത് ട്രേസ് ചെയ്ത് നോക്കുക. അപ്പർ ലെയറിൽ കണക്ഷൻ നേരെ നമ്മുടെ ആർക്കോഡിലോട്ടാണ് പോകുന്നത്. നമുക്ക് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും കാണാൻ പറ്റും, നേരെ ഒരു കമ്പൗണ്ട് വഴി നേരെ കയറി ബേസ്മെൻറ്റ് ഐസിലേക്ക് പോയിരിക്കണം. നമുക്ക് നേരെ മദർ ബോർഡ് റിമൂവ് ചെയ്തിട്ട് നേരെ പ്രീ ഹീറ്റർ വെച്ച് ഡാമേജ് വരാതെ സെപ്പറേറ്റ് ചെയ്യുക. ഹീറ്റ് കൺട്രോൾ കറക്റ്റ് ആയിരിക്കണം. അതിനുശേഷം മൈക്രോസ്കോപ്പിൽ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ഫംഗസോ കാര്യങ്ങളോ വല്ലതും ഉണ്ടെന്ന്. ഫംഗസ് ഉണ്ടെങ്കിലും ഇങ്ങനത്തെ കംപ്ലയിൻറ്റ് വരാം. ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഫംഗസോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഷോട്ട് വന്നിരിക്കുന്ന ആർഫ് ബോർഡിലായതുകൊണ്ട് നമുക്ക് നേരെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മൾട്ടിമീറ്റർ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിൽ റീഡിങ് 0 ആണ് കാണിക്കുന്നത്. നമുക്ക് നേരെ തെർമൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റും ഒരു കമ്പൗണ്ട് ഹീറ്റ് ആകുന്നത്. അപ്പം ഒരു കപ്പാസിറ്റർ അന്ന് ഷോർട്ടായിരിക്കും. നമ്മൾ ഡാമേജ് ആയ കപ്പാസിറ്റർ റിമൂവ് ചെയ്യുക സേഫായിട്ട്. സെയിം വാല്യൂ ഉള്ള ഒരു കപ്പാസിറ്റർ ഡോണർ ബോർഡിൽ നിന്ന് മസ്റ്റായിട്ട് തന്നെ റീപ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ആ സെക്ഷൻ വീണ്ടും കംപ്ലയിൻ്റ് ആകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും വാല്യൂ നോർമലാണ് കാണിക്കുന്നത്. നമുക്ക് നേരെ ഇതിൻ്റെ ലെയർ നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്യാം സോൾഡർ വിക്ക് ഉപയോഗിച്ച്. അതിനുശേഷം അപ്പർ ലെയറും ലോവർ ലെയറും ഇതുപോലെ നീറ്റായിട്ട് ക്ലീൻ ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ ലെയർ നേരെ PPD അപ്ലൈ ചെയ്ത് റീബോൾ ചെയ്യാം. പ്രീ ഹീറ്റർ വെച്ച് ഹീറ്റ് കൺട്രോൾ കറക്റ്റ് ആയിരിക്കണം. നേരെ ഫ്ലക്സ് ആഡ് ചെയ്യണം. ഓവർ ഫ്ലക്സ് ആകാൻ പാടില്ല. ഒരു മീഡിയം ഫ്ലക്സ് ആയിരിക്കണം. കൂളായതിനു ശേഷം തെർമൽ പേസ്റ്റ് CPL അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് നേരെ അപ്പർ ലെയർ ഇട്ട് റീകോമ്പിനേഷൻ ചെയ്യണം. കാണാൻ പറ്റും റീകോമ്പിനേഷൻ ആയിട്ടുണ്ട്. മദർ ബോർഡ് കൂളായതിനു ശേഷം കംപ്ലീറ്റ് ടെസ്റ്റ് പഞ്ച് തന്നെ തിരിച്ച് ഫിക്സ് ചെയ്യണം. കാണാൻ പറ്റും. നമ്മൾ റിമൂവ് ചെയ്ത സ്റ്റിക്കറുകളാണ്. അത് ആദ്യം വീഡിയോയിൽ കാണിച്ചിട്ടില്ല. തിരിച്ച് അതുപോലെ തന്നെ ഫിക്സ് ചെയ്യാണ്. ഫൈനലായിട്ട് എൻ്റെ A15 സ്റ്റിക്കർ തന്നെ നമ്മൾ ഫിക്സ് ചെയ്യുകയാണ്. ഇതുപോലെ നീറ്റായിട്ട് മദർ ബോർഡ് പഴപോലെ ആക്കി എടുത്തിട്ടുണ്ട്. മദർ ബോർഡ് ഡിവൈസിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കംപ്ലീറ്റ് ഷീൽഡ് സ്ക്രൂ തിരിച്ച് ഫിക്സ് ചെയ്ത് ടെസ്റ്റ് റൂം ഡിസ്പ്ലേ ക്ലോസ് ചെയ്യുക. അതിനുശേഷം ബോട്ടം സ്ക്രൂ കൂടെ ടൈറ്റ് ചെയ്ത് ഡിവൈസ് പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും നോ സിം അവൈലബിൾ എന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. സിം ഇടുമ്പോഴത്തേക്ക് സിം റീഡ് ആവുന്നുണ്ട്. കംപ്ലയിൻറ്റ് സോൾവ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് കോൾ ചെയ്ത് നോക്കാം. കോളും പോകുന്നുണ്ട്. ഇതുപോലത്തെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ. ഇപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കല്ലേ.